വസന്ത് പാഠ്യപുസ്തകത്തിലെ ധ്വനി എന്ന കവിതയാണ് വായിക്കാൻ പോകുന്നത്. എക്സ്പ്ലെയിനും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻ ആൻസറും ഗ്രാമറും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ध्वनि. अभी न होगा मेरा अंत, अभी अभी ही तो आया है मेरे वन में मृदुल वसंत, अभी न होगा मेरा अंत. हरे हरे ये पात, डालियां कलियां कोमल गात, मैं ही अपना स्वप्न मृदुल कर फेरूंगा निद्रित कलियों पर, जगा एक प्रत्युष मनोहर. पुष्प पुष्प से तंद्रालस, लालसा खींच लूंगा मैं, अपने नव जीवन का अमृत सहर्ष सींच दूंगा मैं. द्वार दिखा दूंगा फिर उनको, हैं मेरे वे जहां अनंत, अभी न होगा मेरा अंत. अभी न होगा मेरा अंत, अभी अभी ही तो आया है मेरे वन में मृदुल वसंत, अभी न होगा मेरा अंत. എൻ്റെ അന്ത്യം ഇപ്പോൾ അടുത്തെത്തിയിട്ടില്ല, അതായത് എൻ്റെ അന്ത്യം വന്നിട്ടില്ല. എൻ്റെ ജീവിതമാകുന്ന ഈ വനത്തിൽ വസന്തമാകുന്ന ഈ യൗവനം ഇപ്പോൾ പ്രവേശിച്ചതേയുള്ളൂ. അതായത് എനിക്ക് ഇപ്പോൾ യൗവനമാണ്, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം വന്നിട്ടില്ല. അഭി ന ഹോഗ മേരാ അന്ത്. അന്ത് എന്ന് പറഞ്ഞാൽ അവസാനം. മൃദുൽ വസന്ത് എന്ന് പറഞ്ഞാൽ കോമളമായ വസന്തം. हरे हरे ये पात, डालियां कलियां कोमल गात, मैं ही अपना स्वप्न मृदुल कर फेरूंगा निद्रित कलियों पर, जगा एक प्रत्युष मनोहर. ഹരേ ഹരേ യേ പാത്ത്, ഡാലിയാം കലിയാം കോമൽ ഗാത്ത്. അദ്ദേഹം വസന്തത്തെ പറ്റി പറയുകയാണ്. ആ സമയത്ത് വസന്തം വരുമ്പോൾ വനത്തിൽ എങ്ങനെയായിരിക്കും? നല്ല വൃക്ഷലതാദികളൊക്കെ ഇങ്ങനെ പച്ചപ്പല്ല, നല്ല പച്ചയായിരിക്കും. ഇലകളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടാവും, നല്ല നല്ല പച്ച ഇലകൾ അല്ലേ. പിന്നെ ഡാലിയാം കമ്പുകളും പിന്നെ കൊമ്പുകളും പിന്നെ കലിയാം മൊട്ടുകളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് പൂക്കളൊക്കെ വിരിഞ്ഞ് ഇങ്ങനെ സുഗന്ധമയമായിരിക്കും അന്തരീക്ഷം അല്ലേ, നല്ല സുഖമായിരിക്കും ആ അന്തരീക്ഷം. അപ്പോൾ ആ സമയത്ത് ഈ മൊട്ടുകൾ ഉറങ്ങിക്കിടക്കുകയാണ് അല്ലേ. ആ ഉറങ്ങിക്കിടക്കുന്ന മൊട്ടുകളെ അവർ ഉന്മേഷമില്ലാത്ത രീതിയിലാണ് ഉറങ്ങിക്കിടക്കുന്നത്. അപ്പോൾ അവർക്ക് ഉത്സാഹം കൊടുക്കാനായിട്ട് ഞാൻ എൻ്റെ മൃദുല കരങ്ങൾ കൊണ്ട് അവരെ തലോടി അവരെ നിദ്രയിൽ നിന്നും ഉണർത്താനായിട്ട് ഞാൻ ശ്രമിക്കും. അതായത് അവർക്ക് ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് അവർക്ക് പ്രേരണ കൊടുക്കുമെന്നാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പറയാൻ. പ്രത്യുഷ് മനോഹർ എന്ന് പറഞ്ഞാൽ രാവിലെ, അതായത് പ്രത്യുഷ് എന്ന് പറഞ്ഞാൽ സുബഹ സമയം, രാവിലത്തെ സമയം. അതായത് ആ സമയത്ത് സൂര്യൻ വരും അല്ലേ. പ്രഭാതത്തിൽ സൂര്യൻ വരുമ്പോൾ, രാവിലെ സമയത്ത് സൂര്യൻ വരുമ്പോൾ എല്ലാ വൃക്ഷലതാദികളൊക്കെ നല്ല ഉന്മേഷത്തോടെ ഇരിക്കും. അതുപോലെ അദ്ദേഹം പറയുകയാണ്, ഈ മൊട്ടുകളെ പോലെയാണ് യുവജനങ്ങൾ. അവരിങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണ്, അവർ നിരാശരാണ്, അവർ ഉത്സാഹമില്ലാതെയാണ് ഇരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, താൻ സൂര്യനെ കൊണ്ടുവന്ന്, അതായത് സൂര്യനെ കൊണ്ടുവന്ന്, അതായത് രാവിലെ എങ്ങനെയാണ്, രാവിലെ ആവുമ്പോൾ എല്ലാവരും എങ്ങനെയാണ് ഉന്മേഷത്തോടെ ജീവിതത്തിലെ ലക്ഷ്യം വെച്ച് മുന്നേറുന്നത്, അതുപോലെ മുന്നേറാൻ വേണ്ടിയിട്ട് ഞാൻ അവരെ പ്രേരിപ്പിക്കും. അതായത് യുവജനങ്ങളെ തലോടി, യുവജനങ്ങളെ തൻ്റെ സന്ദേശം കൊടുത്ത യുവജനങ്ങളെ അദ്ദേഹം മുന്നോട്ട് നീങ്ങാനായിട്ട് ഉപദേശിക്കും, അല്ലെങ്കിൽ അവർക്ക് സന്ദേശം കൊടുത്ത് അവരെ അവരവരുടെ ലക്ഷ്യപ്രാപ്തിക്കായിട്ട് മുന്നേറാനായിട്ട് അദ്ദേഹം പ്രേരണ നൽകുമെന്നാണ് ഈ വരികളിലൂടെ അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നത്. പാത്ത് എന്ന് പറഞ്ഞാൽ പത്ത, ഇലകൾ അല്ലേ. പിന്നെ ഗാത്ത് എന്ന് പറഞ്ഞാൽ കോമൽ ഗാത്ത് എന്ന് പറഞ്ഞാൽ കോമളമായ ശരീരം. സ്വപ്ന സപ്ന. പിന്നെ മൃദുൽക്കർ എന്ന് പറഞ്ഞാൽ ഹാത്ത്, കൈ, മൃദുലമായ കൈകൾ. പിന്നെ കലിയാം എന്ന് പറഞ്ഞാൽ മുട്ടുകൾ. നിദ്രിത് കലിയാം എന്ന് പറഞ്ഞാൽ ഉറങ്ങിക്കിടക്കുന്ന മുട്ടുകൾ. ഫേരൂങ്ക എന്ന് പറഞ്ഞാൽ നല്ലോണം തലോടും എന്ന രീതിയിൽ. പ്രത്യുഷ് എന്ന് പറഞ്ഞാൽ സവേര, സുബഹ സമയം, രാവിലത്തെ സമയം അല്ലേ. മനോഹർ എന്ന് പറഞ്ഞാൽ സുന്ദർ. പുഷ്പ പുഷ്പ സേ തന്ത്രാലസ്, ലാൽസാ ഖീഞ്ച് ലൂങ്കാ മേ, അപ്നെ നവജീവൻ കാ അമൃത് സഹർഷ സീഞ്ച് ദൂങ്കാ മേ. അദ്ദേഹം പറയുകയാണ്, ഓരോ പൂക്കളിൽ നിന്നും
അവരുടെ ആ മടി, അതായത് ഉറങ്ങുമ്പോഴുണ്ടാകുന്ന ആ മടി, തന്ത്രാലസ്, നീന്ദ് സെ അൽസായ ഹുവ, അങ്ങേയറ്റം ഉറക്കത്തിൽ ആ ഉറങ്ങുമ്പോഴുണ്ടാകുന്ന ആ അത്യാഗ്രഹം, അതായത് ഉറങ്ങണമെന്നൊരു അത്യാഗ്രഹം, ലാൽസ, ഖീഞ്ച് ദൂങ്കാമേ, എടുത്ത് കളയും ഞാൻ. അതിന് പകരം അദ്ദേഹം എന്താ നൽകുക? അപ്നെ നവജീവൻ കാ, പുതുജീവൻ അല്ലേ, അവർക്കൊരു പുതുജീവൻ കൊടുക്കും. എങ്ങനെ? നവജീവൻ കാ അമൃത്, ആ അമൃതം ഞാൻ അവർക്ക് നൽകും. എങ്ങനെ? സഹർഷ സീച്ച് ദൂങ്കാമേ, സഹർഷം എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ അവർക്ക് അത് നൽകും. ഞങ്ങൾ ചെടികൾ എങ്ങനെയാണോ നനയ്ക്കുന്നത് അതുപോലെ ഞാൻ അവർക്ക് അമൃതമാകുന്ന ആ ജീവിതത്തിനുണ്ടാവുന്ന ആ ഉന്മേഷം അല്ലെങ്കിൽ ഉത്സാഹം അവർക്ക് ഞാൻ പകർന്നു കൊടുക്കും. അമൃത് സഹർഷ സീഞ്ച് ദൂങ്കാമേ, അവർക്കൊരു പുതുജീവൻ നൽകും. അതായത് അവർക്ക് പ്രേരണ നൽകും, അവർക്ക് ജീവിക്കണം അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിലെത്താനുള്ള ഒരു ഉത്സാഹം, അവർക്ക് ഉന്മേഷം ഞാൻ പകർന്നു കൊടുക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. द्वार दिखा दूंगा फिर उनको, है मेरे वे जहां अनंत, अभी न होगा मेरा अंत. द्वार दिखा दूंगा फिर उनको, है मेरे वे जहां अनंत, अभी न होगा मेरा अंत. അദ്ദേഹം പറയുകയാണ്, ഈ അനന്തമായ ഈ ലോകത്ത് ഇനിയും അവർക്ക് കുറേ ചെയ്ത് തീർക്കാനുണ്ട് അല്ലേ. അപ്പോൾ അവരെ ഞാൻ ഒരു പുതിയ ദിശയിലോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു ലക്ഷ്യം അവർക്ക് ലക്ഷ്യത്തോടെ അവർക്ക് മുന്നേറാനായിട്ട് ഞാൻ അവർക്ക് പ്രേരണ നൽകുകയാണ്, ഞാൻ ദിശ കാണിക്കുകയാണ് അല്ലേ. ദ്വാർ ദിഖാ ദൂങ്ക, ഞാൻ അവരെ നല്ല വഴിയിലോട്ട് നയിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അഭി ന ഹോഗ മേരാ അന്ത്, അതുകൊണ്ട് എനിക്ക് ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. യുവജനങ്ങളെ ജീവിതത്തിൽ മുന്നോട്ട് നിരാശരാവാതെ തങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് അവർക്ക് പ്രേരണ നൽകണം എന്നതാണ് എൻ്റെ ജീവിത ലക്ഷ്യം. അപ്പോൾ അഭി ന ഹോഗ മേരാ അന്ത്, അതുകൊണ്ട് എൻ്റെ അന്ത്യം ഇപ്പോഴും ആയിട്ടില്ല. കവി ഈ കവിതയിലൂടെ യുവജനങ്ങൾക്ക് സന്ദേശം നൽകാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് പരിശ്രമിക്കുക, നിരാശരായിട്ടിരിക്കാതെ പരിശ്രമിക്കുക, ഒരു ലക്ഷ്യം വെച്ച് മുന്നേറുക. അവർ യുവപീഠികളെ ഒരു ലക്ഷ്യത്തിൽ എത്തിക്കുന്നത് വരെ അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കത്തില്ല, അതായത് അദ്ദേഹത്തിന് അന്ത്യമില്ല എന്നാണ് കവി പറയുന്നത്. प्रश्न अभ्यास, कवि को ऐसा विश्वास क्यों है कि उसका अंत अभी नहीं होगा? എന്തുകൊണ്ടാണ് കവിക്ക് വിശ്വാസം തൻ്റെ അന്ത്യം ഇപ്പോഴും വന്നിട്ടില്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കവിക്കോ വിശ്വാസ് ഹേ കി അഭി ഉസ്കാ അന്ത് നഹി ഹേ, അദ്ദേഹത്തിന് വിശ്വാസമുണ്ട് അദ്ദേഹത്തിന് അന്ത്യം വന്നിട്ടില്ല. ഉൻകെ അന്തർ ജീവൻ കോ ജീനെ കെ ലിയെ उत्साह प्रेरणा व ऊर्जा कूट कर भरी है और एक मनुष्य तभी स्वयं का अंत मान लेता है जब वह अपने अंदर उत्साह को कम कर देता है. परंतु कवि के अंदर ये तीनों प्रचुर मात्रा में हैं, तो कैसे वह स्वयं का अंत मान ले. इसलिए उसका विश्वास है कि वो अभी अंत की ओर जाने वाला नहीं है. അതായത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സകാരാത്മകമായ ചിന്തകളാണ് അല്ലേ. അദ്ദേഹം ഒരിക്കലും തോറ്റു കൊടുക്കുന്നില്ല. उनके अंदर जीवन को जीने के लिए उत्साह है और प्रेरणा व ऊर्जा कूट कर भरी है. അദ്ദേഹത്തിൻ്റെ മനസ്സിലിങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലിങ്ങനെ പ്രേരണയുണ്ട്, ജീവിക്കണം എന്നൊരു ഉത്സാഹമുണ്ട്, ഊർജയുണ്ട്. അപ്പോൾ एक मनुष्य तभी स्वयं का अंत मान लेता है जब वह अपने अंदर उत्साह को कम कर देता है. ഉത്സാഹം ഇല്ലാതാവുകയാകുമ്പോഴാണ് മനുഷ്യർക്ക് ജീവിക്കാനുള്ള ഒരു ആഗ്രഹം ഇല്ലാതാവുക. परंतु कवि के अंदर ये तीनों प्रचुर मात्रा में है, അതായത് പ്രേരണയും ഊർജയും അല്ലെ ഉത്സാഹവും ജീവിക്കാനുള്ള എന്ന ആഗ്രഹവും. तो कैसे वह स्वयं का अंत मान ले, അപ്പോൾ എങ്ങനെ അന്ത്യം എത്തിയെന്ന് എങ്ങനെ വിചാരിക്കാൻ സാധിക്കും അദ്ദേഹത്തിന്. इसलिए उनका विश्वास है कि वो अभी अंत की ओर जाने वाले नहीं हैं. फिर दूसरा सवाल, അടുത്ത क्वेश्चन, फूलों का अनंत तक विकसित करने के लिए कवि कौन कौन सा प्रयास करते हैं. അനന്ത് അതായത് നെവർ എൻഡിങ് അല്ല, ഇങ്ങനെ കണ്ടിന്യൂസ് ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്തൊക്കെ പ്രയാസം, അതായത് എന്തൊക്കെ കഷ്ടപ്പാടുകളാണ്, എന്തൊക്കെയാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഓക്കെ, ഏത് രീതിയിലൊക്കെയാണ് അദ്ദേഹം ജീവിതത്തെ, അതായത് ഫൂലോങ്കോ, അതായത് നിരാശരായിട്ടിരിക്കുന്ന ആ യുവജനങ്ങളെ അല്ലെ പ്രോത്സാഹിപ്പിക്കുന്നത് ഏതൊക്കെ രീതിയിലാണ്.
फूलों को खिलने के लिए कवि उन कोमल कलियों को जो आलस से भरी हैं और सुप्त अवस्था में पड़ी हुई हैं अपने कोमल स्पर्श से जगाने का प्रयास करता है ताकि वो नींद से जागकर एक मनोहारी सुबह के दर्शन कर सके। अर्थात उस युवा पीढ़ी को नींद से जगाने का प्रयास करता है जो अपने जीवन के प्रति सचेत न रहकर अपना ज़रूरी समय बर्बाद कर रही है और वो ये सब अपनी कविता के माध्यम से करना चाहते हैं। അതായത് അദ്ദേഹം എന്താ ചെയ്യുന്നത്, फूलों को खिलने के लिए कवि उन कोमल कलियों को जो आलस से भरी हैं, അതായത് അവർ മടി പിടിച്ചിരിക്കുകയാണ് പൂക്കൾ, അപ്പോൾ മുട്ടുകൾ, അപ്പോൾ അതിനെ എന്താ ആ സുപ്താവസ്ഥ, അതായത് എന്താ ആലസ് നിറഞ്ഞ, അത് മടി നിറഞ്ഞ അവസ്ഥയിൽ നിന്നും അവരെ अपने കോമൽ സ്പർശസെ ജഗാനേക്ക് കോശിഷ് കർ രഹേ ഹൈ, അദ്ദേഹത്തിൻ്റെ കോമൽ സ്പർശം കൊണ്ട് അവരെ ഉണർത്താനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്, ഉറക്കത്തിൽ നിന്ന് ഉണർത്താൻ അല്ലേ. ജാക്കർ എക് മനോഹരി സുബഹ്ക്ക്, സുന്ദരമായ പ്രഭാതത്തെ ദർശിക്കുന്നതിന് വേണ്ടി, അതായത് അവർക്ക് ഉത്സാഹം നൽകാനായിട്ടാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അർത്ഥാത് ഉസ് യുവാ പീഡിക്കോ നീന്ദ് സെ ജഗാനെ കാ പ്രയാസ് കർത്താ, അവരെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കാൻ. युवा पीढ़ी अपने जीवन के प्रति सचेत न रहकर अपना ज़रूरी समय बर्बाद कर रही हैं. അവരുടെ ജീവിതത്തെ പറ്റി അവർ അത്ര സീരിയസ് അല്ല. അപ്പോൾ അവരെ മനസ്സിലാക്കിക്കുകയാണ്, ജീവിതത്തിൻ്റെ ഇമ്പോർട്ടൻസും അവരുടെ ലക്ഷ്യവും അവരെ മനസ്സിലാക്കിക്കുകയാണ്. സമയം നശിപ്പിക്കാതെ സമയം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അവരെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം. और वो ये सब अपनी कविता के माध्यम से करना चाहते हैं. അദ്ദേഹത്തിൻ്റെ കവിതകളുടെ മാധ്യമത്തിലൂടെ അദ്ദേഹം അവർക്ക് സന്ദേശം നൽകാനാണ് ശ്രമിക്കുന്നത്. പിന്നെ कवि पुष्पों की तंद्रा और आलस्य दूर हटाने के लिए क्या करना चाहता है. അവരുടെ ആലസ്യ, അതായത് അവരുടെ മടിയും പിന്നെ എന്താണ് തന്ത്ര, അതായത് ആ മടി കൊണ്ട് വരുന്ന ഇതാണ്. അപ്പോൾ കവി പുഷ്പോं की तंद्रा एवं आलस्य दूर हटाने के लिए, तंद्रालस्य अल्ले, दूर हटाने के लिए उनमें जीवन अमृत रूपी पराग का संचार करना चाहते हैं. ജീവൻ റൂപ്പി അമൃത് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ മനസ്സിലോട്ട് ആ പ്രേരണ, അതായത് മുന്നോട്ട് നല്ല രീതിയിൽ ഉന്മേഷത്തോടെ മുന്നോട്ട് നീങ്ങാനുള്ള ആ പ്രേരണ അവരുടെ മനസ്സിൽ നിറയ്ക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അമൃത് രൂപി പരാഗ് കാ സഞ്ചാർ करना चाहते हैं. भाषा की बात. हरे हरे पुष्प पुष्प में एक शब्द की एक ही अर्थ में पुनरावृत्ति हुई है. रिपीटिशन വന്നിട്ടുണ്ട് അല്ലേ. कविता के हरे हरे ये पात वाक्यांश में हरे हरे शब्द युग्म पत्तों के लिए विशेषण के रूप में प्रयुक्त होते हैं. विशेषण എന്ന രൂപത്തിലാണ് ആ ഹരേ ഹരേ അല്ലേ, പച്ച ഇലകളുടെ. यहाँ पात शब्द बहुवचन में प्रयुक्त होता है. पात അറിഞ്ഞ ഇലകൾ बहुवचन शब्दമാണ്. ऐसा प्रयोग भी होता है जब कर्ता या विशेष एक वचन में हो और कर्म या क्रिया या विशेषण बहुवचन में हो. और जैसे वह लंबी चौड़ी बातें करने लगा, कविता में एक ही शब्द का एक से अधिक अर्थों से, अതായത് ഒന്നിലധികം അർത്ഥം വെച്ചിട്ട് अर्थों में भी प्रयोग होता है. 3 बैर खाती थे वे 3 बैर खाती है, तो 3 बार खाती थी वह 3 बैर खाने लगी है. അങ്ങനെ. अब एक शब्द बैर का 2 अर्थों में प्रयोग करने का से वाक्य में चमत्कार आ गया. വ്യത്യാസം വന്നിട്ടുണ്ട്, അർത്ഥം വേറെ വേറെയാണ്. ഇसे യമക് അലങ്കാർ കഹാ ജാതാ ഹൈ. അർത്ഥം വേറെ വേറെ ആയിരിക്കും ഒരേ ശബ്ദത്തിന് അല്ലേ, അതിൻ്റെ പ്രയോഗം അതിനനുസരിച്ചിട്ട് മാറും. कभी कभी उच्चारण की समानता से शब्दों की पुनरावृत्ति का आभास होता है, जबकि दोनों 2 प्रकार के शब्द होते हैं. വേറെ വേറെ ശബ്ദങ്ങളാണ്. जैसे मन का फिर मन का. ऐसे वाक्यों को एकत्र कीजिए जिसमें एक ही शब्द की पुनरावृत्ति हो. ഒരേ ശബ്ദത്തിൻ്റെ പുനരാവൃത്തി, रिपीटिशन. ऐसे प्रयोगों को ध्यान से देखिए और निम्नलिखित पुनरावृत शब्दों का वाक्यों में प्रयोग कीजिए. जैसे बातों बातों में रह रहकर, लाल लाल, सुबह सुबह, रातों रात, घड़ी घड़ी. അതിന് വാക്യത്തിൽ പ്രയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബാത്തോം ബാത്തോം എന്ന് പറഞ്ഞാൽ ബാത്തോം ബാത്തോം മേ ഹം ദോനോനെ രാസ്ത പാർ കർ ലിയ. ബാത്തോം ബാത്തോം മേ സംസാരിച്ചെന്ന് പറയത്തില്ല. रह रहकर, मुझे रह रहकर अपनी स्वर्गवासी दादी की याद आती है. പിന്നെ लाल लाल, सोनू के पास गुलाब के लाल लाल फूल हैं. അങ്ങനെ എഴുതാം. सुबह सुबह मेरी दादी सुबह सुबह हरे राम 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 हरे हरे का जप करती हैं. और रातों रात चोर रातों रात घर का सामान लेकर चंपत हो गया. मतलब घड़ी घड़ी तुम घड़ी घड़ी दरवाजे पर क्या देखते हो. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തിനാ നോക്കുന്നേ, घड़ी घड़ी दरवाजे पर क्या देखते हो
എന്നാണ്. പിന്നെ कोमल गात मृदुल वसंत हरे हरे ये पात विशेषण जिस संज्ञा की विशेषता बताते हैं या सर्वनाम, संज्ञा या सर्वनाम है ना, बताते हैं उसे विशेष्य कहते हैं. അതിൻ്റെ വിശേഷണം അതായത് വിശേഷിപ്പിക്കുന്നതാണ് അല്ലേ, നാമത്തെ വിശേഷിപ്പിക്കുന്നതാണ്, उसे विशेष्य कहते हैं. और ऊपर दिए गए वाक्यांशों में गात, वसंत और पात शब्द विशेष्य हैं. गात എന്ന് പറഞ്ഞാൽ ശരീരം അല്ലേ, വസന്തിന് പകരം എന്താണ് പറയുന്നത്, യൗവനത്തെയാണ് ഇതിൽ പറയുന്നത്. പാത്ത് ഇലകൾ അല്ലേ. പിന്നെ ക്യോंकि इन विशेषता विशेषण क्रमशः कोमल, मृदुल और हरे हरे शब्द बता रहे हैं. അതായത് കോമൽ ഗാത്ത്, പിന്നെ വസന്തിന് എന്താ പറഞ്ഞിരിക്കുന്നത്, മൃദുൽ വസന്ത്, പിന്നെ ഹരെ ഹരെ പാത്ത് അല്ലേ. അപ്പോൾ വിശേഷണാണത്. അപ്പോൾ हिंदी विशेषणों के सामान्यतया 4 प्रकार माने गए हैं, जैसे गुणवाचक विशेषण, परिमाणवाचक विशेषण, संख्यावाचक विशेषण और सार्वनामिक विशेषण. ഓക്കെ, ഗുണവാചക വിശേഷണിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്, അച്ഛാ ബന്ദർ അല്ലെങ്കിൽ സുന്ദർ കാർ, അങ്ങനെ ഗുണം, അതിൻ്റെ ഗുണത്തെയാണ് കാണിക്കുന്നത് അല്ലേ. പിന്നെ പരിമാൺ വാചക് എന്ന് പറഞ്ഞാൽ അളവ്, പരിമാൺ എന്ന് പറഞ്ഞാൽ അളവാണ്. അപ്പോൾ 2 ഗജ് ജമീൻ 4 കിലോ ഗേഹു, അപ്പോൾ അളവിനെയാണ് അത് പറയുന്നത്. 4 കിലോ എന്നതാണ് പരിമാൺ വാചക് വിശേഷൻ. സംഖ്യാവാചക് അതായത് നമ്പറിനെയാണ് കാണിക്കുന്നത്, സംഖ്യ അല്ലേ. 4 संतरे പ്രഥം സ്ഥാൻ, അതിൽ പ്രഥം പിന്നെ 4 എന്താണ് അതിൻ്റെ സംഖ്യാവാചക് വിശേഷണം. പിന്നെ സാർവനാമിക് വിശേഷണം എന്ന് പറഞ്ഞാൽ യഹ്, സർവനാമത്തെ കാണിക്കുന്ന സർവനാമമാണ്. അപ്പോൾ യഹ് ലാൽ ഫൂൽ ഹെ, അതായത് ഈ ചുമന്ന പൂക്ക് അല്ലേ. അപ്പോൾ യഹ് ലാൽ ഫൂൽ ഹെ, വ തേരി ഫ്രോക്ക് ഹെ, അങ്ങനെയൊക്കെ അതിനെയാണ് സാർവനാമിക് വിശേഷണം. അങ്ങനെ 4 തരത്തിലുള്ള വിശേഷണമാണ്. ഗുണവാചക് വിശേഷൻ, പരിമാണവാചക് വിശേഷൻ, സംഖ്യാവാചക് വിശേഷൻ, സാർവനാമിക് വിശേഷൻ. ഗുണവാചക് വിശേഷൻ ഗുണത്തെ കാണിക്കുന്നു അല്ലേ. പരിമാണവാചക് അളവിനെ കാണിക്കുന്നു, മെഷർമെൻറ്റ്. പിന്നെ സംഖ്യാവാചക് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സിനെ കാണിക്കുന്നു. സാർവനാമിക് എന്ന് പറഞ്ഞാൽ സർവനാമം അതായത് യഹ് വ, അതിനെ യ ലാൽ ഫൂൽ ഹെ, വ തേരി ഫ്രോക്ക് ഹെ, അങ്ങനെ. ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.